ഹിനുവും ഉൺഹേനെ കണ്ടുമുട്ടിയതിന് ശേഷം നീ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഹിനുവോ അത് ഞാനല്ല എന്നൊക്കെ തുറന്നു പറയുകയാണ്. മാത്രമല്ല എന്തുകൊണ്ടാണ് നീ ഇപ്പോഴും ഹിനുവിനെ തപ്പി നടക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴാകട്ടെ, പണ്ട് അവൾ കുട്ടിയായിരുന്ന സമയത്ത് അവളുടെ അച്ഛൻ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗാങ്സ്റ്റേഴ്സ് സ്ഥിരമായിട്ട് അവളുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു. ഒരു ദിവസമാകട്ടെ അവളും വഴിയിൽ വെച്ച് ഒരാളെ കാണുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ അന്വേഷിച്ചു വന്ന ആളായിരിക്കും അതേ എന്നൊക്കെ അവളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അവള് നേരെ ഹിനുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഹിനുവിനെ അന്വേഷിച്ചൊക്കെ ആയിരുന്നു. അന്ന് ഹിനുവിനെ അയാൾ പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നത് താൻ കാരണമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളും ഇരിക്കുന്നത്. പക്ഷെ അതൊന്നും നിന്റെ തെറ്റല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹിനുവും അവളെ സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല ഇത്രയും നാളും ഓൺഹ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഹിനുവിനെ താൻ കണ്ടെത്തിയെന്നും കൂടി ഹിനു അറിയിക്കുകയാണ്. ഓൺഹയും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ മടങ്ങി എത്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജിഹ്വാനെ കാണുന്ന സമയത്താകട്ടെ, ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ട് നടന്ന ആളെ ഞാനും കണ്ടെത്തിയിരിക്കുന്നു. അയാളും നല്ല രീതിക്കൊക്കെ ജീവിച്ചു വരുന്നുണ്ട്. എനിക്കാകട്ടെ അയാളെ നേരിട്ട് കണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നീയും ചിലരുടെ പാസ്റ്റ് ഒക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് അയാളെ കാണുവാനായിട്ട് ഒന്നും തന്നെ പോവുകയില്ല. എനിക്കും അയാൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഞാനും ഇവിടെ നിന്ന് മാറി താമസിക്കുവാനായിട്ടൊക്കെ പോവുകയാണ്. നമ്മളും ഇനി ഒരിക്കലും കണ്ടുമുട്ടുകയില്ല എന്നൊക്കെ അവളും പറയുന്നു. പിറ്റേ ദിവസമാകട്ടെ ഉൺഹയും പോകുവാനായിട്ട് റെഡിയായി ഇറങ്ങി വരുന്നത് കാണുമ്പോഴത്തേക്കുമാണ് ഉൺഹയുടെ പിറകെ ജിഹ്വാൻ കൂടി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉൺഹയെ കാണുവാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അവരും. അതായത് ഉൺഹയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം തന്നെ ജിഹ്വാൻ കേൾക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പിന്നീടും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ബുക്ക് സ്റ്റാളിലേക്കൊക്കെ പോവുകയാണ്. ജയ്സോയ്ക്ക് പഠിക്കുവാനായിട്ടാകട്ടെ സ്കൂളിലെ രീതിക്കുള്ള ബുക്കൊക്കെ ആയിരുന്നു ഓൺഹെയിം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനും സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് ജയ്സോയ് നിൽക്കുന്നുണ്ട്. മൻഹോയും മൊണാലിസയുടെ ഒരു പെയിന്റിംഗ് ഒക്കെ കാണുന്ന സമയത്ത് ആ ഒരു പെയിന്റിംഗിൽ പുരുകൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്തോ പെയിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അത് തൂത്ത് കളയുവാനായിട്ട് നോക്കുകയാണ് അവനും. പക്ഷെ ജയ്സോയ്ക്ക് നല്ല ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ അവനാകട്ടെ പെയിന്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെയിന്ററുടെ മഷിയൊക്കെ തീർന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു പെയിന്റിംഗിൽ പുരുകമില്ലാത്തതെന്നൊക്കെ പറഞ്ഞു മാൻഹോയോടും സംസാരിക്കുന്നു. അവരുടെ പൊട്ടത്തരമൊന്നും കാണുവാനുള്ള ധൈര്യം ഒന്നും തന്നെ ഹോങ്കിക്ക് ഉണ്ടായിരുന്നില്ല. ഇനി ഉൺഹയും പെൻഗ്വിൻസിനെ കുറിച്ചുള്ള ഒരു ബുക്കൊക്കെ കാണുന്ന സമയത്താകട്ടെ നേരത്തെ ജിഹ്വാനും പെൻഗ്വിൻസിനെ കുറിച്ചൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവളും ഓർക്കുകയാണ്. നേരത്തെ നടന്ന കേസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടായിരുന്നു ജിഹ്വാനെ ഹിറുവു വിളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. യാങ് രക്ഷപ്പെട്ടു പോയ സമയത്ത് യാങ്ങിന്റെ കയ്യിൽ ഒരു ബാഗൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ എത്രത്തോളം പണം ഉണ്ടായിരിക്കുമെന്നൊക്കെ ജിഹ്വാന്റെ അടുത്ത് ഹിനുവ ചോദിക്കുമ്പോഴത്തേക്കും ജിഹ്വാനും കൃത്യമായിട്ടുള്ള ഒരു കണക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഓണഹ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഹിനുവു നീയാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ നിനക്കും എപ്പോഴെങ്കിലും അത് പറയണമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയണം. നിലവിൽ അവന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നെന്ന് മാത്രമേ ഞാനും ഓണഹയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഹിനുവും അറിയിക്കുന്നു. യാങ്ങിന്റെ വണ്ടിയിലേക്ക് ജിഹ്വാനും അതിക്രമിച്ചൊക്കെ കടക്കുന്നു. ഇനി മേലാൽ എന്റെ ജോലിക്കാരുടെ അടുത്ത് നീ മോശമായിട്ട് പെരുമാറുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഞാനും നിന്നെ വെറുതെ വിടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർണിംഗ് ഒക്കെ യാങ്ങിനും കൊടുത്തിട്ടാണ് അവനും പോകുന്നത്. ഇനി നമ്മുടെ ടീമൊക്കെ ബുക്ക് സ്റ്റാളിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ അവരെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ അവരും കേൾക്കുകയാണ്. ഈ ഒരു ടീമിലെ ആൾക്കാരാകട്ടെ സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സെലക്ട് ചെയ്യുന്ന രീതിക്കുള്ള ബുക്കുകളൊക്കെ ആയിരുന്നു അവരും എടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികളും അവരെ കളിയാക്കുന്നത്. കൊച്ചു കുട്ടികളല്ലേ പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്നും ടീമും പോകുവാനായിട്ടൊക്കെ ശ്രമിക്കുന്ന സമയത്താണ് ഉൺഹയും അവരെ ചെന്ന് ഉപദേശിക്കുന്നത്. അവർ ഇപ്പോൾ പഠിക്കുവാനായിട്ട് എത്തിയത് പണ്ടവർ പഠിക്കുവാനായിട്ട് മോശമായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവരുടെ സാഹചര്യം അതായി പോയത് കൊണ്ടാണ്. പിന്നെ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ റോഡായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും അവരാകട്ടെ വളരെ നല്ല മനസ്സിനുടമകളാണ്. അവർക്കും നല്ല കമ്പനിയിലൊക്കെ ജോലിയുമുണ്ട്. നിങ്ങൾക്കും അവരെ പോലെയൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മര്യാദക്കൊക്കെ പെരുമാറുവാനായിട്ട് പഠിക്കുക എന്നായിരുന്നു ഓൺഹയും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കാണുമ്പോഴത്തേക്കും കൂടുതലുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാതെ അവൾ ഓൺഹേനെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. അപ്പോഴേക്കും ടീമും വന്ന് ആ ഒരു കാര്യത്തിലൊക്കെ ഇടപെടുകയാണ്. ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന അവരെയൊക്കെ കാണുമ്പോഴത്തേക്കും കുട്ടികളും പേടിച്ച് പോകുന്നൊക്കെയുണ്ട്. എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള നല്ലൊരു ടീച്ചറിനെയാണ് ഞങ്ങൾക്കും കിട്ടിയതെന്നൊക്കെ അവർ മുൻഹയോട് പറയുന്നു. യാങ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനെ ചോദ്യം ചെയ്യുവാനായിട്ട് എത്രയും വേഗം വിളിപ്പിക്കണമെന്നൊക്കെ ഹിനു പറയുന്നത് പ്രകാരം ഹിനുവിന്റെ ഓഫീസിൽ നിന്നും യാങ്ങിനും കോളൊക്കെ വരികയാണ്. പക്ഷെ അവനും അത് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് വിടുന്നു. അവരുടെ ബോസ് ആയിട്ടുള്ള ജിഹ്വാന്റെ അച്ഛനാകട്ടെ കുറെ വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. യാങ്ങും അയാളെ പ്രതീക്ഷിച്ചൊക്കെ നിൽക്കുകയാണ്.
നിൽക്കുകയായിരുന്നു. യാങ് ആകട്ടെ കയ്യിലുണ്ടായിരുന്ന ടോഫൊക്കെ അയാൾക്ക് കഴിക്കുവാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും തന്നെ സ്വീകരിക്കാതെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. ജിഹോന്റെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുവാനുള്ള കാരണം ജിഹ്വാനാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴാകട്ടെ അയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞിട്ടിരിക്കുകയാണ് അവനും. ഓൺഹ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജിഹ്വാനുമായിട്ട് അവൾ വഴക്കുണ്ടാക്കിയെന്ന കാര്യമൊക്കെ മീഹോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. മീഹോ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഞാൻ ജിഹ്വാനെ കണ്ട സമയത്താകട്ടെ 50 മീറ്റർ മാറി നിൽക്കുവാനായിട്ടായിരുന്നു അവനും എന്നോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഞാനും അവൻ എന്നെ പേടിപ്പിക്കുവാനായിട്ട് വെറുതെ പറഞ്ഞതായിരിക്കുമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ ആത്മാർത്ഥമായിട്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് നിന്നും ഞാൻ മാറി നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഓൺഹയ്ക്ക് അവന്റെ അടുത്തൊരു വൺ സൈഡ് ലവ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവനത് തിരിച്ചില്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളും ഇരിക്കുന്നു. ഇനി ടീമിലുള്ള എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കുകയൊക്കെയാണ്. ഈ ഒരു സമയത്ത് ജിഹ്വാൻ അവിടേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും അവരവനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. പിന്നീടാണ് അവിടേക്ക് ഉൺഹ എത്തുന്നത്. ഉൺഹനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ ഒരുപാട് ഹാപ്പിയൊക്കെ ആവുന്നുണ്ട്. അവളും അവർക്ക് വേണ്ടി ഒരുപാട് ഫുഡും മറ്റുമൊക്കെ മേടിച്ചും കൊടുക്കുന്നു. ഞാനും അവസാനമായിട്ടാണ് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ മേടിച്ച് തരുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളും അവിടെ നിന്ന് പോവുകയാണെന്നുള്ള സത്യമൊക്കെ അവരും മനസ്സിലാക്കുകയാണ്. ഇതുവരെയായിട്ട് മാറി താമസിക്കാനുള്ള ഒരു സ്ഥലം ഒന്നും തന്നെ അവളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ജിഹ്വാൻ പറയുന്നുണ്ടെങ്കിലും ജിഹ്വാന്റെ ഒരു ഹെൽപ്പും അവൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. നേരത്തെയും ജിഹ്വാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൾ തെറ്റിദ്ധരിച്ചതായിരുന്നെങ്കിൽ പോലും അതൊക്കെ പറഞ്ഞിട്ട് അവളും പോകുന്നു. ഹ്യുനുവും ഇത്രയും കാലമായിട്ട് ജിഹ്വാനെ കുറിച്ച് കുറേയധികം ആലോചിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഈ അടുത്തായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും താൻ വിചാരിച്ച ആളെയല്ല ജിഹ്വാൻ എന്നൊരു തോന്നലൊക്കെ അവനും ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ജിഹ്വാനെ കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്നൊക്കെ ഹ്യുനുവും വിചാരിക്കുന്നു. ഉൺഹനെ എങ്ങനെ വീട്ടിൽ നിന്നും വിടാതിരിക്കാമെന്നൊരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടത്തുകയായിരുന്നു ജെയ്സോയും ടീമും. അങ്ങനെ ഇരിക്കുകയാണ് അവർക്കും ഒരു കോളൊക്കെ വരുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സോസേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതാകട്ടെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുകയാണ്. അതിന് പിന്നിലെ കാരണം അന്വേഷിക്കുമ്പോഴത്തേക്കുമാണ് ഏന ഇവരുടെ സോസേജ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവരും മനസ്സിലാക്കുന്നത്. അവളിങ്ങനെ പോസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ സോസേജസ് ഒക്കെ മൊത്തത്തിൽ വിറ്റുപോയിരിക്കുകയാണ്. നേരത്തെ ജീഹ്വാനും യനനെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് വഴി തന്നെ തിരിച്ചെടുക്കും എന്നൊരു വിശ്വാസമൊക്കെ എനിക്കുമുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് ഒക്കെ ഇതുപോലെ വിറ്റുപോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മീറ്റിംഗ് ഒക്കെ അവിടെ വെച്ച് നിർത്തിയിട്ട് അവർക്കും വർക്കിനൊക്കെ കയറേണ്ടതായിട്ട് വരികയാണ്. ഇനി ഓൺഹയും താമസിക്കുവാനായിട്ടുള്ള ഒരു വീടൊക്കെ തപ്പി നടക്കുകയാണ്. പക്ഷെ എല്ലായിടത്തും റെന്റ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. ഞാനാകട്ടെ പോസ്റ്റ് ഇട്ടിട്ട് 2 മണിക്കൂർ ആയതേ ഉള്ളൂ. ഈ ഒരു 2 മണിക്കൂറിൽ തന്നെ അവരുടെ ആ ഒരു സോസേജ് ഒക്കെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. സോ ഏനയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട് എന്ന രീതിക്കൊക്കെ ജോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഉൺഹനെ തിരിച്ചു വിളിക്കാനായിട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെ ജോ എങ്ങും ജിഹ്വാന്റെ അടുത്തൊക്കെ പറയുകയാണ്. നീ ഉൺഹയുടെ അടുത്ത് റോഡായിട്ടാണ് പെരുമാറിയതെന്നൊക്കെ എന്നോട് ജെയ്സോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നിന്റെ മനസ്സൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജോലിക്കാരുടെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ പെരുമാറുന്നത് പോലെ ഒരിക്കലും പെൺകുട്ടികളുടെ അടുത്ത് പെരുമാറുവാനായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരും ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകുന്നത് ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ജോയെങ്ങും ഓൺഹ ഉള്ള സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഓൺഹയും ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ ഉണഹ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ ഇരിക്കുന്ന സമയത്ത് വായിലൊരു റോസാപ്പൂ ഒക്കെ വെച്ചുകൊണ്ട് ഡോഹോനും എത്തുകയാണ്. ജിഹ്വാനാകട്ടെ അവൾ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു ആലോചന. അവനും അതിനെക്കുറിച്ച് മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഡോഹോന്റെ ഓരോ പെരുമാറ്റവും ഉൺഹയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം ഇതെല്ലാം തന്നെ കാണുവാനായിട്ട് ജിഹ്വാനും തൊട്ട് പിന്നിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നിനക്ക് വേദനിക്കുന്നുണ്ടോ? നീയും ആകാശത്ത് നിന്നും വീണതല്ലേ? ഇങ്ങനെയുള്ള 2-3 പിക്കപ്പ് ലൈൻസ് ഒക്കെ അവനും പറഞ്ഞു വിടുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഓൺഹ ഒരുപാട് ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ജിഹ്വാന് ദേഷ്യമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ജിഹ്വാന്റെ അടുത്തേക്കൊക്കെ വെയിറ്റർ വരുമ്പോഴത്തേക്കും ജിഹ്വാനും മുഖമൊക്കെ മറച്ചുകൊണ്ടായിരുന്നു ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി യഥാർത്ഥത്തിൽ ഹോങ്കി ആയിരുന്നു ഈ ഒരു ഡേറ്റിങ്ങും മറ്റൊക്കെ പ്ലാൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡൂഹോണും വർക്ക് ചെയ്യുന്നത് തേഴ്സ്ഡേ ഡിയറിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ അവൻ കാർഡൊന്നും കൊടുക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ നേരെ അവളുടെ അടുത്തേക്കൊക്കെ ചെന്നിട്ട് അവളുടെ ചെയറിൽ നിന്നും കാർഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇതെന്താ വല്ല മാജിക്കുമാണോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴാകട്ടെ 2 മണിക്കൂർ മുമ്പ് ഞാൻ തന്നെയായിരുന്നു ഇതൊക്കെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവനും പറയും. തേഴ്സ്ഡേ ഡിയറിലെ അസിസ്റ്റന്റ് മാനേജറാണ് ഡൂഹോൺ എന്നൊക്കെ അറിയുന്ന സമയത്ത് നിങ്ങൾ സിഒ ആയിട്ടുള്ള ചീഹ്വാൻ എങ്ങനെയുണ്ട് ആളെന്നൊക്കെ ഹെം ചോദിക്കുകയാണ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ക്യാരക്ടറൊക്കെയാണ് അവനുള്ളത്. അവന് മാർഷൽ ആർട്സിലൊക്കെ വളരെ മിടുക്കനാണെന്നൊക്കെ ഡോഹോൺ പറയുമ്പോഴത്തേക്കുമാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന വെയിറ്ററും
ജീഹ്വാനാണ് മുമ്പിൽ ഇരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അത് കണ്ട് കഴിയുമ്പോൾ തന്നെ അയാളും ആകെ ഞെട്ടിപ്പോകുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽസ് ഒക്കെ താഴെ വീഴുവാനായിട്ടും മറ്റുമൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ജീഹ്വാനും അതെല്ലാം തന്നെ മാർഷൽ ആർട്സ് എന്ന രീതിക്ക് തന്നെ ക്യാച്ച് ഒക്കെ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനൊരു ആണായിട്ട് പോലും അവന്റെ മുമ്പിൽ വീണു പോയിട്ടുണ്ട്. പക്ഷേ പെണ്ണുങ്ങളുമായിട്ട് റൊമാൻസ് ചെയ്യുവാനായിട്ട് മാത്രം അവൻ അറിയുകയില്ല എന്നൊക്കെ ഡോഹൺ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കുമാണ് അത്രയും നേരം അവിടെ രഹസ്യമായിട്ട് ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ജിഹ്വാനെ കാണുന്ന യേനയും ജിഹ്വാൻ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്. ജിഹ്വാന് നേരെ അവളുടെ വായൊക്കെ പൊത്തുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവനാകട്ടെ അവളുടെ കവിളിലൊക്കെ പിടിക്കുകയാണ് ചെയ്തത്. സോ ഓൺഹൻ കാണുന്നത് അങ്ങനെ നിൽക്കുന്ന ജിഹ്വാനൊക്കെയാണ്. ഏനേനെ താനല്ല വിളിച്ചു വരുത്തിയതെന്നൊക്കെ ഓൺഹയുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുവാനായിട്ട് നീ എന്താണ് ഇവിടെ എന്നൊക്കെ ജിഹ്വാൻ ഏനയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഓൺഹ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നിന്റെ ഒപ്പം ഡേറ്റിനൊക്കെ പോകാനായിട്ട് എത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏനയും ജിഹ്വാന്റെ കയ്യിലൊക്കെ പിടിക്കുന്നു. അത് കണ്ടിട്ട് ഓൺഹയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഓൺഹ ആകട്ടെ ഡോഹോണയും കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോവുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.